morning devotion. I'm forever yours. Praise God. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. 1 യോഹന്നാൻ 4 അധ്യായത്തിന്റെ 9 വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ക്രൂശിൽ വെളിപ്പെട്ടത് കർത്താവിന്റെ കോപാഗ്നിയല്ല, സ്നേഹാഗ്നിയാണ്. കോപത്തിന്റെ അഗ്നി നമ്മളെ തകർക്കുമ്പോൾ സ്നേഹത്തിന്റെ അഗ്നി നമ്മളെ പാപത്തെ തകർത്തു. കോപത്തിന്റെ അഗ്നി നമ്മളകത്ത് ഭയത്തെ വിടുമ്പോ സ്നേഹത്തിന്റെ അഗ്നി നമ്മളെ ഭയത്തെ മാറ്റിക്കളയും. വചനം പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താണ്. അതെ, ഹല്ലേലൂയ. വെളിപ്പെട്ടത്, ക്രൂശിൽ വെളിപ്പെട്ടത് സ്നേഹമാണ്. ആ സ്നേഹം വെളിപ്പെട്ടപ്പോ ആദാം പാപം ചെയ്ത് ആദാമിന്റെ അകത്ത് വന്നത് ഭയം. കർത്താവ് ചോദിച്ചു, ആദാം ഇനി എവിടെ? മറുപടി പറഞ്ഞു, നഗ്നനാകൊണ്ട് ഭയം ഒളിച്ചു. എന്നാൽ ക്രൂശിൽ വെളിപ്പെട്ട സ്നേഹം ഭയത്തെ പുറത്താക്കി. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതികരിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കുന്നതിനപ്പുറമായി നമ്മുടെ വിശ്വാസത്തിന് തക്കവണ്ണം പ്രതികരിക്കുന്ന, തന്റെ സ്നേഹത്തിന് തക്കവണ്ണം പ്രതികരിക്കുന്ന ദൈവത്തെ ഒന്ന് മനസ്സിലാക്കിയാൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സ്റ്റെപ്പുകളിലും ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ചില മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ, നിങ്ങളുടെ ബലഹീനതകൾ, കുറ്റബോധം നിങ്ങളെ വാഴുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ദൈവത്തെ അബ്ബാ, പിതാവ് എന്ന് വിളിക്കാനുള്ള ധൈര്യമില്ലാതെയാകും. പക്ഷെ നമ്മുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ, ക്രൂശിൽ വെളിപ്പെട്ടത് ദൈവത്തിന്റെ കോപാഗ്നി അല്ല, സ്നേഹാഗ്നി. ഹല്ലേലൂയ. ക്രൂശിലേക്ക് നോക്കിയിട്ട് പിതാവ് തന്റെ ദേഷ്യത്തെ തണുപ്പിച്ച് കളഞ്ഞതല്ല. ആമേൻ. ഹല്ലേലൂയ. ക്രൂശിലേക്ക് നോക്കിയിട്ട് നാം നമ്മിലെ കുറ്റബോധത്തെ എടുത്തു കളഞ്ഞതാണ്, നാം നമ്മിലെ അപകർഷതാബോധത്തെ എടുത്തു കളയുക. അതാണ് ആവശ്യം. പ്രിയപ്പെട്ടവരെ, ക്രൂശിലേക്ക് നോക്കിയിട്ട് വിശ്വസിക്കാമോ, അവന്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ യേശുവിന്റെ ക്രൂശിലെ രക്തത്താൽ എന്റെ പാപം ക്ഷമിക്കപ്പെട്ട് ഞാൻ പിതാവിനോട് നിരപ്പ് പ്രാപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ദരിദ്രനായതുകൊണ്ട് ഞാൻ സമ്പന്നനായി മാറിയിരിക്കുന്നു. അവൻ ശാപമായി ക്രൂശിൽ മരത്തിൽ തൂങ്ങിയതുകൊണ്ട് ഞാൻ അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. ബോധ്യം നിങ്ങളെ വാഴട്ടെ. അതെ, ഇന്ന് പകൽ ജീവിതത്തിന്റെ സകല മേഖലകളിലും ക്രൂശിലെ സ്നേഹാഗ്നി അതെ നിങ്ങളെ ജീവിപ്പിക്കുന്ന, നിങ്ങളുടെ തിന്മയ്ക്കായി നിൽക്കുന്ന, നിങ്ങളുടെ അനുഗ്രഹത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാത്തിനും ദഹിപ്പിച്ച് കളയുന്ന സ്നേഹാഗ്നി ഇന്ന് പകൽ നിങ്ങളെ ജയത്തോടെ നടത്തട്ടെ. God bless you. Have a blessed day. God bless you. Amen.